നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചേലക്കരയിലെ പരാജയം സംബന്ധിച്ച് പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഭരണവിരുദ്ധ വികാരമുള്ളതുകൊണ്ടാണ് ചേലക്കരയിൽ എൽ.ഡി.എഫിന് ഭൂരിപക്ഷം കുറഞ്ഞത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് സംഭവിച്ചതായി ചേലക്കരയിലെ പ്രാദേശിക കോൺഗ്രസിൽ ആക്ഷേപം. സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുകയായിരുന്നുവെന്ന് ഒരു വിഭാഗം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട് ബി.ജെ.പിയിൽ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചതായി ആക്ഷേപം. സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെതിരെ ഒരു വിഭാഗം രംഗത്ത്. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ 30 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മലപ്പുറം പാലപ്പെട്ടി സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ. മുള്ളൂർക്കരയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം ലോറിക്ക് പിന്നിലിടിച്ച് 8 പേർക്ക് പരിക്കേറ്റു. നിലമ്പൂർ വഴിക്കടവ് സ്വദേശികൾക്കാണ് പരിക്ക്. 16 പേർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ ആണ് അപകടത്തിൽപ്പെട്ടത്. മാള പഞ്ചായത്തിലെ പഴൂക്കര മോഡേൺ കുന്നിലെ ജലസേചന പദ്ധതി നശിക്കുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ച് ആരംഭിച്ച പദ്ധതിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൃദയവേദനയുണ്ടാകുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് മാധ്യമപ്രവർത്തന രംഗത്തുണ്ടായതെന്നും പുലബന്ധമില്ലാത്ത വാർത്തകൾ നൽകുന്നതായും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂരിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീശൻ. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവരുടെ എണ്ണമേറുന്നു. തെരുവ് നായ്ക്കൾ കുറുകെ ചാടിയുണ്ടാകുന്ന അപകടങ്ങളും തുടർക്കഥ. പാവറട്ടി മരുതയൂരിൽ ഫുഡ് ഡെലിവറി ബോയിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. മരുതയൂർ സ്വദേശികളായ അമ്പാടി യദുകൃഷ്ണൻ, പുതുവീട്ടിൽ അൽത്താഫ് എന്നിവരെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്ക തീർത്ഥകേന്ദ്രത്തിലെ 99ാമത് പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷിക്കുന്നു. പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുറമ്പോക്ക് സ്ഥലം മാള പഞ്ചായത്ത് കയ്യേറി നിർമ്മാണം നടത്തിയതായി റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട്. ചാലക്കുടി താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ പകർപ്പുള്ളത്. മുക്കുമണ്ഡം പണയം വെച്ച് 14 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. എടതിരുത്തി കുട്ടമംഗലം സ്വദേശി പോക്കാക്കിലത്ത് ബഷീറിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ബണ്ട് നിർമ്മാണം തുടങ്ങി. 3 ആഴ്ച കൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെ താൽക്കാലിക ബണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ജില്ലാ യോഗ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ജില്ലാ യോഗാസന മത്സരം സംഘടിപ്പിച്ചു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. യോഗ അസോസിയേഷൻ പ്രസിഡന്റ് സജിത് നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ലോക റെക്കോർഡ് തിളക്കത്തിൽ ഗുരുവായൂർ സായി മന്ദിരത്തിൽ സത്യസായി ബാബയുടെ 99ാം ജയന്തി ആഘോഷിച്ചു. ഗോവ ഗവർണർ P.S. ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് പഞ്ചായത്തിലെ കേരളോത്സവത്തിന് മുണ്ടൂരിൽ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ഉഷ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം പഞ്ചായത്ത് കേരളോത്സവത്തിന് ക്രോസ് കൺട്രി മത്സരത്തോടെ തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് M.S. മോഹനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗുരുവായൂർ മെട്രോളിക്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള ചിത്രരചനാ മത്സരം നടത്തി. മമ്മിയൂർ LF കോളേജിൽ നടന്ന മത്സരം ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് P. മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. 76ാം NCC ദിനാഘോഷങ്ങളുടെ ഭാഗമായി 24 കേരള ബറ്റാലിയന്റെ നേതൃത്വത്തിൽ ശ്രീ കേരളവർമ്മ കോളേജിലെ NCC കേഡറ്റുകൾ തൃശൂർ അമ്മ ഓട്ടിസം സെന്റർ സന്ദർശിച്ചു. സുബേദർ മേജർ ബിജോയ് റായ്, ക്യാപ്റ്റൻ ഡോക്ടർ ശരത് ചന്ദ്രൻ, A. ദിവാകരൻ, മേജർ സ്റ്റൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നി ചാമക്കാല റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ചാമക്കാല ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നി സെന്ററിൽ പ്രതിഷേധ സമരം നടത്തി. മുസ്ലിം ലീഗ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് E.K. മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. വേൾഡ് വൈഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ഷോട്ടോക്യാൻ കരാട്ടയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യന്മാരെ ആദരിച്ചു. എടത്തിരുത്തിയിൽ കൊടുങ്ങല്ലൂർ DYSP V.K. രാജു ഉദ്ഘാടനം ചെയ്തു. ചേലക്കര വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവം ആഘോഷിച്ചു. 3 ആനകളുടെ എഴുന്നള്ളിപ്പ്, ഒറ്റപ്പാലം ഹരിയുടെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യം എന്നിവ നടന്നു. ചാവക്കാട് ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ ഗുരുപാദപുരി ശ്രീ അയ്യപ്പസ്വാമി സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. മഹാഗണപതി ഹോമത്തിന് ക്ഷേത്ര മേൽശാന്തി M.K. ശിവാനന്ദൻ ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ഗ്രാഫിക്സ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ ഈ മാസം 30 ഡിസംബർ 1 തീയതികളിലായി മില്ലറ്റ് മേള നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. നഗരസഭാ ടൗൺഹാളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 7:30 വരെയാണ് മില്ലറ്റ് മേള. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മരത്തംകോട് യൂണിറ്റ് സമ്മേളനം വെള്ളറക്കാട് AKTA തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം TA ജയ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VK വിക്രമൻ അധ്യക്ഷനായി. ചേലക്കരയിൽ LDFന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് പരിശോധിക്കുമെന്ന് K രാധാകൃഷ്ണൻ MP. മണ്ഡലത്തിൽ BJPക്ക് വോട്ട് വർദ്ധിച്ചത് പ്രത്യേക സാഹചര്യത്തിലാണെന്നും വർഗീയ വേർതിരിവ് നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും രാധാകൃഷ്ണൻ. 29ാമത് സംസ്ഥാന ജൂനിയർ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ബുധനാഴ്ച ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പൊയ്യ പഞ്ചായത്തിലെ മണലിക്കാട് അംഗനവാടിയുടെ പുതിയ കെട്ടിടം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. തൃശൂർ എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിലെ 1979 SSLC ബാച്ചിന്റെ സംഗമം മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PK ഷാജൻ അധ്യക്ഷത വഹിച്ചു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആൽവിൻ ഞെഴുങ്ങാൻ മുഖ്യ കാർമ്മികനായി. പേരാമ്പ്ര സെന്റ് ലിയോബ അക്കാദമിയിൽ സംഘടിപ്പിച്ച തൃശൂർ സെൻട്രൽ സഹോദയ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ മാള രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ചാമ്പ്യന്മാരായി. അണ്ടർ 14 വിഭാഗത്തിൽ വിജയഗിരി പബ്ലിക് സ്കൂളിനാണ് 1ാം സ്ഥാനം. വഖഫ് നിയമം മൂലം കുടിയിറക്കപ്പെടുന്ന ചാവക്കാട് മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കത്തോലിക്ക കോൺഗ്രസ് പാവറട്ടി ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കുടിയിറക്ക് ഭീഷണി നേരിടുന്ന മുഴുവൻ കുടുംബങ്ങളെയും വഖഫ് ആസ്തി രജിസ്റ്ററിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യം. വെള്ളറക്കാട് വെള്ളത്തേരി SYS സാന്ത്വന ഭവന നിർമ്മാണ പദ്ധതിയുടെ കട്ടിളവെപ്പ് സംസ്ഥാന സെക്രട്ടറി ഹെമ്മത്തുള്ള സഖാഫി നിർവഹിച്ചു. വെള്ളത്തേരി മഹല്ല് ഖത്തീബ് അബ്ദുൽ ലത്തീഫ് ഭാഗവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PFRDA നിയമം പിൻവലിച്ച് നിർവചിത പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കണമെന്ന് KSTA മുല്ലശ്ശേരി ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. തൃശൂർ ജില്ലാ സെക്രട്ടറി K പ്രമോദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാപ്പിള കവി മാനാത്തുപറമ്പിൽ ചേറ്റുവ പരീക്കുട്ടി അനുസ്മരണം നടത്തി. ചേറ്റുവ മഹല്ല് ഖത്തീബ് സലീം ഫൈസി, മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിൽ ക്രിസ്തു രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. അരണാട്ടുകര സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്തു രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന റാലി വികാരി ഫാദർ ജോർജ് എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ റബ്ബർ കർഷകർ സമരത്തിലേക്ക്. NCRPS ദേശീയ പ്രസിഡന്റ് ആന്റണിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ RPS പ്രസിഡന്റുമാരുടെ യോഗം ചേർന്നു. ജില്ലാ ട്രഷറർ PD മാത്യു അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത പബ്ലിക് റിലേഷൻസ് വകുപ്പ് രജത ജൂബിലി അവാർഡ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും കത്തോലിക്ക സഭാ പത്രത്തിന്റെ സീനിയർ എഡിറ്ററുമായ ജോണി അന്തിക്കാടിന് സമ്മാനിച്ചു. തൃശൂരിൽ നടന്ന ചടങ്ങിൽ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പുരസ്കാരം സമ്മാനിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ കേരളോത്സവത്തിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 1 കേരളോത്സവം സമാപിക്കും. അരിമ്പൂർ ഹൈസ്കൂളിലെ 1985 ബാച്ച് SSLC പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. വിദ്യാർത്ഥികളും 11 അധ്യാപകരും ചേർന്ന് തിരിതെളിയിച്ച് സംഗമം ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം തൃശ്ശിവപേരൂർ ജില്ലാ പ്രവർത്തക സമിതി ശിബിരം തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിൽ നടന്നു. ജില്ലാ ഭഗിനി പ്രമുഖ ഗീതാ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1974 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് സംഗമം ഉദ്ഘാടനം ചെയ്തു. NCC ദിനാചരണത്തിൽ ഓഫീസർക്ക് ആദരമൊരുക്കി കേഡറ്റുകൾ. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ PJ സ്റ്റൈജുവിനെയാണ് ആദരിച്ചത്. നാഷണൽ NGO കോൺഫെഡറേഷന്റെ സാമ്പത്തിക സഹായത്തോടെ ഇന്റഗ്രേറ്റഡ് IT ഡെവലപ്മെന്റ് സർവീസ് സൊസൈറ്റി മുഖേന വനിതകൾക്ക് ഇരുചക്ര വാഹന വിതരണം നടത്തി. പെരിഞ്ഞനത്ത് നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ മുരുക്കുങ്ങൽ വയോജന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർഡംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചാമക്കാലയിൽ നടന്ന ക്യാമ്പ് ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു.
അരിമ്പൂർ പഞ്ചായത്ത് കേരളോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ സുവിശേഷ പ്രവർത്തകൻ അറസ്റ്റിൽ. പത്തനംതിട്ട സ്വദേശി ജേക്കബ് തോമസിനെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് ചെന്നൈയിൽ നിന്ന് പിടികൂടിയത്. മലേഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൌഹൃദക്കൂട്ട് ചാവക്കാട് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ട്രാഫിക് ബോധവൽക്കരണ സന്ദേശയാത്ര നടത്തി. ചാവക്കാട് SHO VV വിമൽ ഉദ്ഘാടനം ചെയ്തു. കൊടകര സ്നേഹ മ്യൂസിയം സംഘടിപ്പിച്ച സ്നേഹലേഖന മത്സരത്തിൽ സമ്മാനാർഹമായ കത്തുകളുടെ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. മ്യൂസിയത്തിൽ ആരംഭിച്ച പ്രദർശനം നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.